ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി വികാസവാണി എന്ന ജംഗ്ഷനിലായി സ്ഥിതി ചെയ്യുന്നൊരു ഗേറ്റഡ് ലക്ഷറി വില്ലയുടെ വിശേഷവുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. വികാസവാണി ജംഗ്ഷനിൽ നിന്നും വെറും 1/2 കിലോമീറ്ററിൽ താഴെ മാത്രം ദൂരമാണ് ഈ വില്ലയിലേക്കുള്ളത്. 6 മീറ്ററിലധികം വീതിയുള്ള വലിയ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സ്റ്റേജിലുള്ള 6ഓളം വില്ലകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അതിൽ 5 വില്ലകളും ഓൾറെഡി സോൾഡായി കഴിഞ്ഞു. നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു വില്ലയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ലബ് ഹൗസ് അടക്കം വരുന്ന വളരെ നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി തന്നെയാണ് തീർച്ചയായും ഈ വില്ല പ്രൊജക്റ്റ്. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ വലിയൊരു കവേർഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. 2-3 കാറുകൾ വരെ ഒരേ സമയം നമുക്ക് ഈ വീടിന് മുന്നിലായി സുഖമായി പാർക്ക് ചെയ്യാവുന്നതാണ്. വീടിൻ്റെ വലതുമൂലയിലായി നല്ലൊരു ഗാർഡൻ ഏരിയയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. മുറ്റം മുഴുവനായി തന്നെ ബാംഗ്ലൂർ സ്റ്റോണുകൾ വിരിച്ച് വളരെ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലവേഷൻ്റെ ഭംഗി കൂട്ടുന്നതിൽ നല്ലൊരു ശതമാനം പങ്കും വഹിക്കുന്നത് ഈ ക്ലാഡിംഗ് സ്റ്റോണുകളാണ്. മുഴുവനായി തന്നെ ഗ്രാനൈറ്റിൽ തീർത്ത നല്ലൊരു സിറ്റ് ഔട്ടും ഇവിടെ നമുക്ക് കാണാം. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി വീടിൻ്റെ അകത്തേക്കൊന്ന് കയറി ചെല്ലാം. തേക്കിൻ തടിയിൽ ഫിനിഷ് ചെയ്തിരിക്കുന്ന മോഡേൺ സ്റ്റൈലിലുള്ള ഒരു നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. അല്പം ലെങ്ത് കൂടുതൽ കൊടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. കൂടാതെ മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായ TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. ഒരു ഡബിൾ ഹൈറ്റഡ് ഏരിയ ആയിട്ടാണ് ബിൽഡർ ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കൊന്ന് കടന്നു ചെല്ലാം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 4 പാളികളുള്ള വലിയൊരു വെന്റിലേഷനും ഡൈനിങ് ഏരിയയിലായി നൽകിയിട്ടുണ്ട്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ സുഖമായി നമുക്കിവിടെ ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ എതിർവശത്തായി ഒതുങ്ങിയ മരം തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. CNC കട്ടിംഗ് ഒക്കെ കൊടുത്ത് വളരെ സ്റ്റാൻഡേർഡ് ആക്കി തന്നെയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഓപ്പൺ കിച്ചൺ ഡിസൈൻ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള 2 ഹാങ്ങിങ് ലൈറ്റൊക്കെ കിച്ചണിലേക്കുള്ള എൻട്രൻസിൽ നൽകിയിരിക്കുന്നതായി നമുക്ക് ഇവിടെ കാണാം. മുഴുവനായി ഒരു ഗ്രേ കളറാണ് കിച്ചൺ കബോർഡിന് കൊടുത്തിരിക്കുന്നത്. അതിൽ ചെറിയൊരു വുഡൻ ഷെയ്ഡ് കൂടി കയറുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചണിൽ ലഭിക്കുന്നത്. മുഴുവനായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. അടുത്തതായി നമുക്കിനി വീടിൻ്റെ 1ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഏകദേശം 12 അടിയോളം നീളവും 10 അടിയോളം വീതിയുമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. അതുകൂടാതെ 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് വാർഡ്രോബൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡാക്കി തന്നെ ചെറിയൊരു സീലിംഗ് വർക്കും നമുക്കിവിടെ കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം. ജാഗ്വർ സെറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിനി വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം. 12 അടി നീളവും 11 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികൾ കൊടുത്തുകൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെ ഇവിടെയും നൽകിയിട്ടുണ്ട്. വാർഡ്രോബിന് എതിർവശത്തായി ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്കിനി റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി ചെല്ലാം. GI ട്യൂബിൽ വുഡൻ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ഹാൻഡ് റെയിലുകൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു അപ്പർ ലിവിംഗ് ഏരിയ ആണ്.
അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ഒന്ന് കണ്ടു നോക്കാം. വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. വലിയൊരു വെന്റിലേഷനൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്കിനി വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 12 അടിയോളം നീളമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് ഈ റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ വീട്ടിലെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഏകദേശം ഒരേ സൈസിലുള്ള 4 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുടനീളം നമുക്ക് കാണാനാവുന്നത്. യാതൊരുവിധ കുറവും വരുത്താതെ തന്നെ എല്ലാ റൂമുകളിലും മനോഹരമായി തന്നെ വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. ഈ റൂമിലും ചെറിയൊരു ഡ്രസ്സിംഗ് ടേബിൾ നമുക്കിവിടെ കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. വളരെ നീളമേറിയൊരു ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് ടോപ്പ് കൊടുത്തുകൊണ്ടാണ് ബാൽക്കണിയുടെ ഹാൻഡ് റെയിലുകൾ ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ വീടിന്റെ എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി വീടിന്റെ വിലയൊന്ന് നോക്കാം. 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,35,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. ഈ വില്ലയിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്ക്, സിവിൽ സ്റ്റേഷൻ ജംഗ്ഷൻ എന്നിവിടങ്ങളിലേക്ക് വെറും 3.5 കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത്. ഈ വില്ല പ്രൊജക്ടിന്റെ മറ്റൊരു സവിശേഷത കൂടിയാണ് ബിൽഡർ ഈ വില്ല പ്രൊജക്ടിന് ഒരു ക്ലബ് ഹൗസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മനോഹരമായ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.